വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ശ്രീ പാർവതിയുടെ മിസ്റ്റിക് മൗണ്ടെയിൻ ആണ്. ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തു, റിട്ടേൺ ചെയ്തു, കയ്യിലില്ല. അപ്പോൾ ഞാൻ ശ്രീ പാർവതിയുടെ പുസ്തകങ്ങളിൽ ഫസ്റ്റ് വായിക്കുന്ന ബുക്കാണ് കേട്ടോ മിസ്റ്റിക് മൗണ്ടെയിൻ. എൻ്റെ ഇപ്പം ലിലി ബെർണാഡ് ഇരിപ്പുണ്ട്, പിന്നെ നായിക അഗത ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു ബുക്ക് ഇരിപ്പുണ്ട്. ഞാൻ അത് രണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ ഹൊറർ അങ്ങനത്തെ ഒരു മൂഡ് ഓഫ് നോവലുകളുടെ റിവ്യൂ കൂടുതൽ വേണം എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഞാൻ കൂടുതലിപ്പം ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റിക് മൗണ്ടെയിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന മാതൃഭൂമി ബുക്സ് ആണ്. 126 പേജാണ്. MRP 150 റുപ്പീസേ ഉള്ളൂ. അത്യാവശ്യം പെട്ടെന്ന് തന്നെ വായിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചു തീർത്തിട്ട് റിട്ടേൺ ചെയ്തിട്ട് അടുത്ത ബുക്ക് എടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടി. മലയാളത്തിൽ ക്രൈം ത്രില്ലർ ഇങ്ങനത്തെ സീരീസുകൾ യൂഷ്വലി എഴുതുന്നത് പുരുഷന്മാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ലൈബ്രറിയിലൊക്കെ പോയി നോക്കിയാലും കൂടുതൽ ഇപ്പം ലാജോ ജോസിൻ്റെ പുസ്തകം ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ കുറേയൊക്കെ റിവ്യൂ ചെയ്തു, കുറച്ച് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലേഡി റൈറ്റേഴ്സ് ക്രൈം ത്രില്ലർ ജേണറിൽ കുറവാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ ജോയ് മാത്യു അതേപോലത്തെ ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പുരുഷ എഴുത്തുകാരുടെ ഇടയിൽ ഒരു ക്രൈം ത്രില്ലറൊക്കെ എഴുതുന്ന ഒരു വുമൺ ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിലൊരു എഴുത്ത് ഇതിൻ്റെ ബാക്ക് കവറിലുണ്ട്. കഥയുടെ ഒരു 1 ലൈൻ പറയാനാണെങ്കിൽ താര ആഗ്നസ് എന്ന് പറയുന്ന ഒരു 2 പെൺകുട്ടികളിലൂടെയാണ് കഥ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്നൊരു പെൺകുട്ടി ഒരു ട്രിപ്പിന് പോകുന്നതും ഈ മനുഷ്യന്മാരുടെ സെക്ഷുവാലിറ്റിയും ഇവരുടെ ഒരു ഓറിയൻറ്റേഷനും ഒക്കെ കഥയുടെ തുടക്കത്തിൽ നമ്മളോട് കഥാകൃത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് താര ആഗ്നസ് എന്ന 2 പേരിൽ നിന്ന് ആഗ്നസ് ഒരു ടീമിൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് പോവുകയാണ്, ഒരു ട്രക്കിംഗ് പോലത്തെ ഒരു പരിപാടിക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ പോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇവർ മിസ്റ്റിക് മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. ഞാൻ ഒരുപാട് കഥ അങ്ങ് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു നിഗൂഢമായിട്ടൊരു പള്ളിയും കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇവൻറ്റ്സും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവരവിടെ പോകുന്നതും അതിനുശേഷം ഹോണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതും ബാക്ക് ടു ബാക്ക് ഒത്തിരി ആൾക്കാർ കൊല്ലപ്പെടുന്നതൊക്കെയാണ്, അത് സോൾവ് ചെയ്യുന്നതൊക്കെയാണ് കഥ. അപ്പോൾ അങ്ങനെയാണ് കഥ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ടെൻസ്ഡായി പോകും. അതാണ് എൻ്റെ ഒരു മൂഡ്. എനിക്കിതിനകത്തിൽ വായിച്ചിട്ട് പുതുമ ഉള്ളൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇതിനകത്തൊരു ചർച്ച് ഓഫ് ഇൻസൈനിറ്റി എന്ന് പറയുന്ന ഒരു നിഗൂഢമായിട്ടുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ മനസ്സിൻ്റെ കൺട്രോൾ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ടാണ് കഥ ബാക്കി പോകുന്നത്. ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെന്ന് പെടുന്ന ആളുകളുടെ മനസ്സിൻ്റെ നിയന്ത്രണം അവരുടെ കൺട്രോളിലല്ലാതെ പോകുന്നു. അപ്പോൾ അതിനകത്തൊരു ട്രിക്കി സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് നമുക്കിപ്പോൾ ഒരു കഥയിൽ ഒരു കില്ലറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുക, ബാക്കി ഇൻസിഡൻറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിനകത്തിൽ ആളുകൾക്ക് അവരുടെ ചിന്തകൾക്ക് മേലെയുള്ള കൺട്രോൾ തന്നെ പോകുന്നു. അത് ഭയങ്കര ഒരു സംഭവമല്ലേ. അതായത് നമുക്കിങ്ങനെ നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കൺട്രോൾ ഇല്ലാതാവുന്നു. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് സംഭവിക്കുന്നു, ഇവരിത് സോൾവ് ചെയ്യാൻ പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പിന്നെ ഉള്ളത് ഒരു കൺവെൻഷണൽ കഥയുടെ സെറ്റപ്പിലേക്ക് കുറച്ച് കഴിയുമ്പോൾ കയറും. എന്നാലും അത്യാവശ്യം കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ മുൻപ് എവിടെയെങ്കിലും വായിച്ചതുമായോ കണ്ടതുമായിട്ടോ ഒക്കെ സാമ്യം തോന്നാം. പക്ഷേ ഈ പുസ്തകം മുന്നേ ഇറങ്ങിയ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനുശേഷമൊക്കെ ഇറങ്ങിയ സിനിമ കണ്ടതുമായിട്ട് കണക്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ പുസ്തകത്തിന് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. സോ കുറച്ച് സിമിലർ പ്ലോട്ടാണ്, പക്ഷേ സ്റ്റിൽ ഒരു ഡിഫറെൻറ്റ് വേയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എവിടെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു ഈ ഫീമെയിൽ റൈറ്റേഴ്സിനെ വായിക്കുമ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഗതി, എന്താ പറയുക, പൊങ്ങച്ചം പറയുമല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാരണം പുരുഷ എഴുത്തുകാർ ജനറലൈസ് ചെയ്യുമല്ല. ഞാൻ ഈ അടുത്ത് വായിച്ച കുറേ പുസ്തകങ്ങളിൽ പല പോയിന്റുകളിലും ചില സംഗതികൾ എഴുതി വയ്ക്കുമ്പം അതിനകത്തൊരു പാർട്ട് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡഡ് അല്ലല്ലോ എന്നൊരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നും. പിന്നെ നമ്മളൊരു പുസ്തകത്തെക്കുറിച്ച് ഇരുന്ന് കുറ്റം പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കിയെല്ലാം നല്ലതാണെങ്കിൽ അത് പൊട്ടയച്ച് വിടും. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ ഫീമെയിൽ എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങളിൽ കുറവാണ്. ഒരുപക്ഷെ അവർക്ക് കുറച്ചും കൂടെ സൊസൈറ്റിയെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതും കൊണ്ടും കൂടി ആയിരിക്കും. പക്ഷേ ഇതൊരു ഭയങ്കര സ്ത്രീകൾ വളരെ കൂടുതൽ എംപത്തറ്റിക് ആയിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ എനിക്ക് പേഴ്സണലി റീഡിങ്ങിൽ ഫീൽ ചെയ്തത് അങ്ങനെയാണ്. എഴുത്തിൽ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫീമെയിൽ എഴുത്തുകാരുടെ കയ്യിൽ നിന്ന് കുറവാണ്. ആൻഡ് അങ്ങനത്തെ ഒരു വായനയിലൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ തോന്നുന്നു നമ്മളെന്ത് കണ്ടില്ലല്ലോ, ഒരു സൊസൈറ്റിക്ക് ഹേർട്ട്ഫുൾ ആവുന്ന ഒത്തിരി സാധനങ്ങളൊന്നും എന്ത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ആസ് എ റീഡർ എനിക്ക് തോന്നി. മൊത്തത്തിലുള്ളൊരു മൂഡെന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റിക് മൗണ്ടെയിൻ എന്നുള്ള പേര് പോലെ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നണേ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാട്, അതിനുള്ളിൽ ഒരു ഭ്രാന്തമായ പള്ളി, ഒരു വെളിച്ചം വരുന്നൊരു സ്ഥലം, അങ്ങനത്തെ ഒരു ഇരുണ്ട് പിടിച്ച
ഒരു നിഗൂഢമായിട്ടുള്ളൊരു ഫീലില്ലേ, ആ കളറ്, അങ്ങനത്തെ ഒരു ടോണും ഫീലുമാണ് എനിക്ക് വായിച്ചപ്പം ഉടനീളം വായനയിൽ മൊത്തം നമുക്ക് ആ ടോണ് കിട്ടും. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. നറേഷനൊക്കെ ആ ജോഗ്രഫിയൊക്കെ നന്നായി നറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കഥ പോകുന്നത്. ഈ പുസ്തകം എന്തിനു വായിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്രൈം ത്രില്ലർ, ഹൊറർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഭയങ്കര ഡിഫറെൻറ്റ് കഥയാണെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നന്നായി നറേറ്റ് ചെയ്തിട്ടുള്ള, എന്നാൽ വായിച്ചിരിക്കാവുന്ന, ബോറടിപ്പിക്കാത്ത, വായിച്ച് തീർക്കാൻ പറ്റുന്ന, പേജ് മറിയുന്ന, ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മിസ്റ്റിക് മൗണ്ടെയിൻ. അപ്പം അത്രയുള്ള പുസ്തകത്തിനെ കുറിച്ച് പറയാനായിട്ട്, നിങ്ങൾ ക്രൈം ത്രില്ലറൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ സംശയമില്ലാതെ പിക്ക് ചെയ്യാവുന്ന ഒരു ബുക്കാണിത്. വേറൊരു ബുക്കായിട്ട് റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.